10ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന കെത്തളു അഥവാ ഏട്ടക്കൂരി എന്ന പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സുകുമാരൻ ചാലികത്ത. കേരളത്തിലെ ഗോത്രകവികളിൽ ശ്രദ്ധേയനാണ് സുകുമാരൻ ചാലികത്ത എന്ന പേരിൽ എഴുതുന്ന ബേത്തിമാരൻ. റാവുള ഭാഷയിലും മലയാളത്തിലും എഴുതുന്നു. കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമാണ്. കഥകളും പാട്ടുകളും തിരക്കഥകളും എഴുതാറുണ്ട്. തെരുവു നാടകങ്ങൾ, നാടകം, ഡോക്യുമെൻ്ററികൾ, ഹ്രസ്വചിത്രങ്ങൾ, സിനിമ എന്നിവയിലും റേഡിയോ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. കല്യാണച്ചോറ്, മീനുകളുടെ പ്രസവമുറി, അവൻ്റെ തുമ്പിക്കൈയിലൊരു പുഴയുണ്ടായിരുന്നു, നിന്റെ ഉള്ളിലെ നരിയും എൻ്റെ ഉള്ളിലെ പുലിയും, മഴഭാഷ, കൂരി, ഏട്ടക്കൂരി തുടങ്ങി നിരവധി ശ്രദ്ധേയമായ കവിതകൾ സുകുമാരൻ ചാലികതയുടേതായിട്ടുണ്ട്. ആമുഖം. ഗോത്രവിഭാഗക്കാർ അധ്വാനഭാരം കുറയ്ക്കാനായി നാടൻ പാട്ടുപോലെ പാടുന്ന ഒരു പാട്ടാണ് കെത്തളു. സാധാരണ കവിതകൾ പോലെ പ്രത്യേകിച്ച് ആദിമധ്യാന്ത പൊരുത്തമുള്ളതും തുടർച്ചയായ ആശയങ്ങളുള്ളതുമായ കവിതയൊന്നുമല്ല ഇത്. ആദിവാസിയുടെ ആത്മാവിഷ്കാരം മാത്രമാണ്. കാടും മലകളും പുഴകളും ഒക്കെയാണ് ആദിവാസികളുടെ ലോകം. അത്തരമൊരു ചുറ്റുപാടിൽ അവർക്കു ചുറ്റുമുള്ള കാഴ്ചകൾ വരച്ചു കാട്ടുന്ന ഒരു ഗോത്ര കവിതയാണ് കെത്തളു. റാവുള എന്ന പ്രാദേശിക ഭാഷയിലാണ് കെത്തളു എന്ന കവിത രചിച്ചിരിക്കുന്നത്. മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകൾ ഇടകലർന്ന സമ്മിശ്ര ഭാഷയാണ് റാവുള ഭാഷ. ആശയം: ഇന്നലെ ഒരു കാട്ടാന പ്രസവിച്ചു വീണ കുഞ്ഞിൻ്റെ നിറം കറുപ്പ്. ചോലക്കാട്ടിലെ നീർക്കാക്ക മീനുകളെ പിടിക്കാൻ മുങ്ങാങ്കുഴിയിടുമ്പോൾ മീനുകൾ വീടിനു വരാന്ത കെട്ടുന്നതുപോലെ രക്ഷ തേടി കരയോടടുത്തു നിൽക്കുന്നു. മരത്തിൻ്റെ മേലെ വിരിഞ്ഞു നിൽക്കുന്ന മരവാഴപ്പൂക്കൾ അവ തലയിൽ അണിയാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ തേടുന്നു. മുങ്ങാങ്കുഴിയിടുന്ന കല്ലുന്തി മീനിന് മൂക്കുത്തി വേണം. കന്നാരംപുഴയിലെ കല്ലുകൾ ഓളങ്ങളുമായി ഉരസി നരച്ചുപോയി. വയനാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന കബനി നദിയുടെ പോഷക നദികളാണ് കന്നാരംപുഴയും നരസിപ്പുഴയും. വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചെറിയ പുഴകൾ ചേർന്ന് ഒഴുകി കബനിയായി മാറുന്നു. ഇവിടെ നരസിപ്പുഴയും കന്നാരംപുഴയും ചേർന്ന് ഒഴുകുന്നതുകൊണ്ടാണ് കന്നാരംപുഴയിലെ കല്ലുകൾ ഉരസി നരസിപ്പുഴയ്ക്ക് നര വീണു എന്ന് പറയുന്നത്. കാടിൻ്റെ വന്യതയിൽ ഊർന്നിറങ്ങുന്ന സൂര്യരശ്മികൾ തട്ടി കാട്ടിലൂടെ ഒഴുകുന്ന പൊൻകുഴി പുഴയിലെ വെള്ളത്തിന് സ്വർണ്ണ നിറം തോന്നിക്കുന്നു. ഒളിഞ്ഞു നോക്കുന്ന കൈതപ്പൂവിൻ്റെ അടുത്തേക്ക് വഴിവെട്ടി വന്ന് അതിനെ ആട്ടുകയാണ് കാറ്റ്. ചുറ്റുപാടുകളെക്കുറിച്ച് ചിന്തിച്ച് കിടന്നുറങ്ങിപ്പോയ കാട്ടുമുയൽ വലയിലെന്ന പോലെ പുല്ലിനിടയിൽ കുരുങ്ങിപ്പോയി. പുഴയിലെ ഓളങ്ങൾക്ക് എതിരായി നീന്തുന്ന വാളയ്ക്കും വനമേഖലയിലൂടെ ഒഴുകുന്ന പുഴകൾക്കിടയിൽ കരഭാഗം അല്ലെങ്കിൽ പാറകൾ പൊന്തി നിൽക്കുന്ന ഭാഗം കാണാം. ഇങ്ങനെ കര കാണുന്ന ഭാഗം എത്തുമ്പോൾ മീനുകൾ വെള്ളത്തിൽ നിന്ന് ഉയർന്ന് കരയെ വെട്ടിച്ച് അതിനപ്പുറമുള്ള വെള്ളത്തിലേക്ക് ചാടും. അതുപോലെ കര വെട്ടിച്ച് ചാടുന്ന ഏട്ടക്കൂരിക്കും എന്തൊരു ചന്തമാണ്. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട്, അതായത് ആ മലകളെയൊക്കെ വെട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ വെട്ടിയെടുക്കുന്ന സമയത്ത് താഴേക്ക് വീഴുന്ന കല്ലുകളിൽ നിന്ന് വെളുത്ത പൊടി അതിനു ചുറ്റും പരക്കുന്നു. വെളുത്ത പൊടികൾ ഉയരുന്നതിനെയാണ് കവി വെളുത്ത ചോര കക്കുന്നു എന്ന് വിശേഷിപ്പിക്കുന്നത്. ഞാൻ ഓടിച്ചാടി നടന്ന കല്ലുകളെല്ലാം വിൽപ്പനയ്ക്കായി ആളുകൾ വിപണിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. പണ്ട് ഞാൻ ഇരുന്നിരുന്ന മരങ്ങളിലെല്ലാം ഇന്ന് ആരും ഇരിക്കാത്തതുകൊണ്ട് വഴുക്കലായിരിക്കുന്നു. 7 മലകളും ചാടി 7 പുഴകളും കടന്നുപോയ ഏട്ടക്കൂരി തിരിച്ചിറങ്ങി. കാരണം അതിൻ്റെ പ്രജനന കാലത്ത് പോലും മനുഷ്യൻ അവയെ വിടാതെ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശകലനം: ഒരു ആദിവാസി കവിത എന്ന നിലയിൽ ഈ കവിത വളരെ പ്രസക്തമാണ്. കവിതയുടെ ആദ്യ ഭാഗങ്ങൾ അവരുടെ ചുറ്റുപാടിനെക്കുറിച്ചാണ് പറയുന്നത്. കാട്ടാന പ്രസവിക്കുന്നതും നീർക്കാക്ക മീനുകളെ പിടിക്കാൻ വെള്ളത്തിൽ മുങ്ങുമ്പോൾ മീനുകൾ കരയ്ക്കടുത്തേക്ക് മാറുന്നതും മരവാഴപ്പൂക്കളും മുങ്ങാങ്കുഴിയിടുന്ന കല്ലുന്തി മീനും നിരന്തരമായ ഒഴുക്കിൽപ്പെട്ട് കല്ലുകൾ വെളുത്തുപോകുന്നതും പൊന്തയ്ക്കിടയിൽ വിരിഞ്ഞു നിൽക്കുന്ന കൈതപ്പൂവിനെ കാറ്റ് തലോടിപ്പോകുന്നതും കാട്ടുമുയലിൻ്റെ ഉറക്കവും പുഴമീനുകളായ വാളയുടെയും ഏട്ടക്കൂരിയുടെയും ചന്തത്തിനെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. ഒരു പക്ഷേ ഇത് വായിക്കുന്ന ചിലർക്കെങ്കിലും ചുറ്റുപാടിൻ്റെ വർണ്ണന നിസ്സാരമായി തോന്നാം. പക്ഷേ കാടിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരമായി കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. കാടാണ് അവരുടെ ലോകം, പ്രകൃതിയോട് ഇണങ്ങിയ ജീവിതമാണ് അവരുടേത്. എന്നാൽ കവിതയുടെ അവസാന ഭാഗത്ത് മനുഷ്യൻ്റെ കൈകടത്തലിലൂടെ അവരുടെ അമ്മയായ പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെ ഓർത്തുള്ള
ആവലാതികൾ കാണാം. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനർത്ഥം നേരത്തെയും നിരവധി മലകൾ മനുഷ്യൻ പാറ പൊട്ടിച്ചു തീർത്തു. ഇപ്പോൾ ആ മലകളെയും അവൻ തുരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനും അവർ കണ്ണിട്ടിരിക്കുന്നു. വെളുത്ത ചോര കക്കുന്നു എന്നതിൽ പാറ വെട്ടുന്നതിലൂടെ ഉണ്ടാകുന്ന വായു മലിനീകരണമാണ് സൂചിപ്പിക്കുന്നത്. പാറ വെട്ടുമ്പോൾ തെറിച്ചു വീഴുന്ന കല്ലുകളിൽ നിന്ന് വെള്ളപ്പൊടി ഉയരുന്നു. അത് അവരുടെ ശുദ്ധമായ വായുവിനെ മലിനമാക്കുന്നു. പണ്ട് ഞാൻ ഓടിച്ചാടി നടന്ന കല്ലുകളൊക്കെ പണക്കൊതിയരായ മനുഷ്യർ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നു. പ്രകൃതി വിഭവങ്ങൾ എത്രത്തോളം മനുഷ്യൻ നശിപ്പിക്കുന്നുണ്ടെന്ന് ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കാം. പുതുതലമുറകൾക്ക് മരങ്ങളോടും പ്രകൃതിയോടും ബന്ധം കുറഞ്ഞു വരുന്നതിൻ്റെ സൂചനയാണ് വഴുക്കലുള്ള മരങ്ങൾ. കാരണം ആ മരത്തിൽ ആരും കയറുകയും ഇരിക്കുകയും ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് അതിൽ വഴുക്കൽ വരുന്നത്. അതുപോലെ മരവാഴപ്പൂക്കൾ തലയിൽ ചൂടാൻ സ്ത്രീകളില്ലാതായി എന്നതും പുതുതലമുറയ്ക്ക് പ്രകൃതിയുമായുള്ള ബന്ധം അറ്റുപോകുന്നതിൻ്റെ സൂചനയാണ്. പുഴയിലെ മീനുകളെ അവ മുട്ടയിടുന്ന കാലത്ത് പോലും മനുഷ്യൻ വെറുതെ വിടുന്നില്ല. അവൻ്റെ വയറു നിറയ്ക്കാൻ വേണ്ടി ഒരു വംശത്തെ തന്നെ ഇല്ലാതാക്കുന്നു. ഇവിടെ കെത്തളു എന്ന മത്സ്യം മുഴുവൻ ആദിവാസികളെയും പ്രതിനിധീകരിക്കുന്നു. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും കൊള്ളയടിക്കുന്ന മനുഷ്യൻ്റെ പണക്കൊതി മൂലം സ്വന്തം വാസസ്ഥലവും ജീവിതമാർഗവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നവരാണ് ഗോത്രവിഭാഗക്കാർ. വംശനാശം സംഭവിക്കുന്ന ഏട്ടക്കൂരിയെപ്പോലെ വംശനാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്നവരാണ് ഗോത്രവിഭാഗക്കാരും. അതുകൊണ്ടുതന്നെ കെത്തളു അഥവാ ഏട്ടക്കൂരി എന്ന തലക്കെട്ട് കവിതയ്ക്ക് വളരെയധികം യോജിക്കുന്നു. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി, ഊത്തക്കാലത്തും രക്ഷയില്ല എന്ന വരികൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതീകാത്മകമായ ചിത്രീകരണമാണ്. സമൂഹത്തിനും ഭരണകൂടത്തിനും നിയമവ്യവസ്ഥകൾക്കും മുൻപിൽ നിന്ന് എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നവരാണ് ഗോത്രവിഭാഗക്കാർ. അവർ എത്ര തന്നെ സമരങ്ങൾ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നാലും, വിദ്യാഭ്യാസവും മറ്റു ജീവിത സൗകര്യങ്ങളും നേടാൻ ശ്രമിച്ചാലും അതൊന്നും കണ്ട ഭാവം സമൂഹം നടിക്കാറില്ല. അവരുടെ ശ്രമങ്ങളെല്ലാം വിഫലമായി പോകുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ എത്ര വേർതിരിവ് കാട്ടിയാലും മനുഷ്യൻ്റെ സിരകളിൽ ഒഴുകുന്ന രക്തം ഒന്നു തന്നെ എന്ന സമത്വബോധത്തിൻ്റെ വിശാല തലങ്ങൾ കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു എന്ന വരികളിൽ കാണാം. ഇവിടെ പാറയെ മനുഷ്യവർഗമായും പാറ പൊട്ടിക്കുമ്പോൾ അടർന്നു വീഴുന്ന കല്ലുകളെ ആദിവാസികളായും സങ്കല്പിക്കാം. അടർത്തി മാറ്റപ്പെട്ട് താഴേക്ക് വീഴുന്ന പാറയിൽ നിന്നും മറ്റു പാറകളിൽ നിന്നും പുറത്തു വരുന്നത് വെളുത്ത പൊടിയാണ്. അതുപോലെ എല്ലാ മനുഷ്യൻ്റെയും രക്തത്തിൻ്റെ നിറം ഒന്നു തന്നെയാണ്. എല്ലാവരുടെയും വേരുകൾ ചെന്നെത്തുന്നതും ഒരിടത്തു തന്നെയാണ്. ഇവിടെ കറുപ്പ് കാടിൻ്റെ മക്കളുടെ നിറത്തെ സൂചിപ്പിക്കുന്നു. ആദിവാസി സ്ത്രീകൾ പൊതുവെ മൂക്കുത്തി അണിയുന്നവരാണ്. ഇവിടെ കല്ലുന്തി മീനിനെ ഒരു സ്ത്രീയായി സങ്കല്പിക്കുകയാണ് കവി. വളരെയധികം സമകാലിക പ്രസക്തിയുള്ള ഒരു കവിതയാണ് കെത്തളു. ആദിവാസികൾക്ക് പ്രകൃതിയോടുള്ള ബന്ധവും അത് നഷ്ടമാകുന്നതിൻ്റെ ആവലാതികളും അവരനുഭവിക്കുന്ന വിവേചനങ്ങളും ചൂണ്ടിക്കാണിക്കാൻ ഈ കവിതയിലൂടെ സുകുമാരൻ ചാലികതയ്ക്ക് സാധിക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.